നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് കിലോമീറ്ററുകൾ മാറി നാരായണൻ ചേട്ടന്റെ ചെറിയ ചായക്കടക്കടുത്തായിരുന്നു ആ വീട്. പായൽ പിടിച്ച ചുമരുകളും കരിങ്കല്ല് പാകിയ മുറ്റവും ആ വീടിന് ഒരു വല്ലാത്ത ഗൗരവം നൽകിയിരുന്നു. ഐ.ടി. കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാഹുലിന് തന്റെ പ്രോജക്റ്റിന്റെ ഭാഗമായി പെട്ടെന്ന് താമസം മാറേണ്ടി വന്നപ്പോഴാണ് ഈ വീട് ശ്രദ്ധയിൽപ്പെട്ടത്. വളരെ കുറഞ്ഞ വാടക, എല്ലാ സൗകര്യങ്ങളുമുള്ള വീട്. രാഹുലിനും ഭാര്യ മായയ്ക്കും 6 മാസം പ്രായമുള്ള മകൻ ആര്യനും ആ വീട് കുറച്ചു നാളുകളുടെ താമസത്തിന് ധാരാളമായിരുന്നു. രാഹുൽ, ഇത്രയും വലിയ വീട് ഇത്ര കുറഞ്ഞ വാടകയ്ക്ക് കിട്ടാൻ എന്തെങ്കിലും കാരണമുണ്ടാകുമോ? മായയുടെ ഉള്ളിൽ ഒരു ചെറിയ ആശങ്കയുണ്ടായിരുന്നു. നീ വെറുതെ ഓരോന്ന് ആലോചിക്കാതെ മായേ, ആ ബ്രോക്കർ പറഞ്ഞത് ഉടമസ്ഥൻ വിദേശത്താണെന്നല്ലേ, അതുകൊണ്ടായിരിക്കും, രാഹുൽ അവളെ സമാധാനിപ്പിച്ചു. താമസം തുടങ്ങി 3-ാം ദിവസം. രാഹുൽ ജോലിയുടെ തിരക്കിലായിരുന്നു. അർദ്ധരാത്രിയിൽ വീടിന്റെ മുകൾ നിലയിൽ നിന്ന് ആരോ നടക്കുന്നതുപോലെ ഒരു ശബ്ദം കേട്ടാണ് മായ ഉണർന്നത്. തറയിലെ മരപ്പലകകൾ അമരുന്ന ശബ്ദം. അവൾ പതുക്കെ എഴുന്നേറ്റ് നോക്കി. തൊട്ടിലിൽ ആര്യൻ സുഖമായി ഉറങ്ങുന്നു. പുറത്ത് കാറ്റ് മരച്ചില്ലകളെ ഉലയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അടച്ചിട്ട അടുക്കളയിൽ നിന്ന് പാത്രങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടു. മായ ഭയത്തോടെ അടുക്കളയിലേക്ക് ചെന്നു. അവിടെ ആരുമില്ല. പക്ഷേ അടുക്കളയിലെ ജനലിലൂടെ അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ തോട്ടത്തിന്റെ അതിരിൽ ഒരാൾ നിൽക്കുന്നതുപോലെ തോന്നി. കറുത്ത വസ്ത്രം ധരിച്ച മുഖം വ്യക്തമല്ലാത്ത ഒരു രൂപം. മായ കണ്ണുകൾ ഇറുക്കി ചിമ്മി വീണ്ടും നോക്കിയപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. പിറ്റേന്ന് രാവിലെ മായ തന്റെ കുഞ്ഞിന്റെ ഉടുപ്പുകൾ അലക്കി വിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. വീടിന്റെ പിന്നാമ്പുറത്തെ മണ്ണിൽ ചെറിയ കുഞ്ഞുങ്ങളുടെ കാൽപ്പാടുകൾ പതിയുന്നു. പക്ഷേ ആ പാടുകൾക്കൊരു പ്രത്യേകതയുണ്ടായിരുന്നു. അവ സാധാരണ പാടുകളല്ല, മറിച്ച് കരിപുരണ്ട പാടുകളായിരുന്നു. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. രാഹുലിന് ഓഫീസിലെ ഒരു എമർജൻസി മീറ്റിംഗിനായി നഗരത്തിലേക്ക് പോകേണ്ടി വന്നു. താൻ വരാൻ വൈകുമെന്നും വാതിലുകളെല്ലാം അടച്ചുകിടക്കണമെന്നും അവൻ മായയെ ഓർമ്മിപ്പിച്ചു. രാത്രി 12 മണി. മായയും ആര്യനും കിടപ്പുമുറിയിൽ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്നാണ് ആ മുറിയിലെ താപനില വല്ലാതെ കുറഞ്ഞത്. തണുപ്പ് അസ്ഥികളിലേക്ക് തുളച്ചു കയറുന്നതുപോലെ മായയ്ക്ക് തോന്നി. ഉറക്കത്തിനിടയിൽ അവൾ ആ ശബ്ദം കേട്ടു. തന്റെ കുഞ്ഞിന്റെ നേർത്ത കരച്ചിൽ. കണ്ണുകൾ തുറക്കാതെ തന്നെ അവൾ കൈകൾ നീട്ടി തൊട്ടിലിൽ നിന്ന് കുഞ്ഞിനെ എടുത്തു. കുഞ്ഞ് വല്ലാതെ തണുത്തിരിക്കുന്നു. അവൾ ആ കുഞ്ഞിനെ തന്റെ നെഞ്ചോട് ചേർത്തു പിടിച്ചു. പേടിക്കണ്ട മോനെ, അമ്മയുണ്ടല്ലോ, അവൾ പിറുപിറുത്തു. കുഞ്ഞിന്റെ കരച്ചിൽ നിലച്ചു. ആശ്വാസത്തോടെ മായ കുഞ്ഞിന്റെ കവിളിൽ ഒരു ഉമ്മ നൽകി. പക്ഷേ അവളുടെ ചുണ്ടുകളിൽ തടഞ്ഞത് കുഞ്ഞിന്റെ മൃദുവായ ചർമ്മമായിരുന്നില്ല. പകരം ഉണങ്ങിക്കരിഞ്ഞ പരുപരുത്ത എന്തോ ഒന്ന്. ഭീതിയോടെ മായ കണ്ണുകൾ തുറന്നു. ജനലിലൂടെ വന്ന നേർത്ത ചന്ദ്രപ്രകാശത്തിൽ അവൾ കണ്ടത് തന്റെ കൈയിലിരിക്കുന്നത് ആര്യനെയല്ല, കരിപുരണ്ട തൊലി അടർന്നു മാറിയ വായ പകുതിയോളം വെന്തുരുകിയ ഒരു കുഞ്ഞിന്റെ രൂപം. ആ രൂപം വിടർന്ന കണ്ണുകളോടെ മായയെ നോക്കി ഭീകരമായി ഒന്ന് ചിരിച്ചു. മായ അലറിക്കരഞ്ഞുകൊണ്ട് ആ രൂപത്തെ ദൂരേക്ക് എറിഞ്ഞു. അവൾ വിറയ്ക്കുന്ന കൈകളോടെ സ്വിച്ചിട്ടു. മുറിയിൽ വെളിച്ചം വന്നപ്പോൾ അവിടെ ആരുമുണ്ടായിരുന്നില്ല. തൊട്ടിലിൽ ആര്യൻ ഞെട്ടിയുണർന്നു കരയുന്നു. അവൾ കുഞ്ഞിനെയുമെടുത്ത് പുറത്തേക്ക് ഓട്ടി. റോഡിലെത്തിയതും മായ കാണുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന അയൽവാസിയായ നാരായണൻ ചേട്ടനെയാണ്. അവൾ കരഞ്ഞുകൊണ്ട് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. നാരായണൻ ചേട്ടൻ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു, മോളെ, ഈ വീട്ടിൽ വർഷങ്ങൾക്ക് മുൻപ് മറ്റൊരു കുടുംബം താമസിച്ചിരുന്നു. രാഘവൻ എന്നൊരാളും ഭാര്യയും അവരുടെ ചെറിയ കുഞ്ഞും. ഒരു രാത്രിയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചു. ആ വീടിന് തീപിടിച്ചു. ആരും അറിഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ നാട്ടുകാർ നോക്കുമ്പോൾ ആ വീട് മുഴുവൻ കത്തിയമർന്നിരുന്നു. ആ അച്ഛനും അമ്മയും കുഞ്ഞും കിടപ്പുമുറിയിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന നിലയിലാണ് കണ്ടത്. വെന്തുരുകിയ ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്താണ് ആ അമ്മ മരിച്ചത്. അതിനുശേഷം ഈ വീട്ടിൽ ആര് താമസിക്കാൻ വന്നാലും ഇതുപോലുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുള്ളതായി പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട് മായ തകർന്നുപോയി. അപ്പോഴേക്കും രാഹുൽ കാറുമായി അങ്ങോട്ടെത്തി. അവർ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ സാധനങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. കാർ നീങ്ങുമ്പോൾ മായ പിന്നിലെ ജനലിലൂടെ ആ വീടിന്റെ മുകളിലത്തെ നിലയിലേക്ക് നോക്കി. അവിടെ കരിപിടിച്ച ജനൽ ഗ്ലാസിനു പിന്നിൽ ആ ചെറിയ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. കൈകളിലൊരു കരിഞ്ഞ കളിപ്പാട്ടവുമായി അത് മായയെ നോക്കി യാത്ര ചോദിക്കുന്നതുപോലെ കൈവീശി.